നമസ്കാരം. ഓരോ വ്യക്തികൾക്കും പ്രത്യേകമായ ആഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കുന്നവരാകുന്നു. ആ ആഗ്രഹത്തിന് വേണ്ടി പലപ്പോഴായി പരിശ്രമിക്കുകയും ചിലർ അതിൽ വിജയിക്കുകയും ചിലർ പരാജയപ്പെടുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ ആഗ്രഹം ശക്തമാണ് എങ്കിൽ ലോകം പോലും കൂടെ നിൽക്കും എന്നാണ് പറയുക. തീർച്ചയായും ഈശ്വര കടാക്ഷത്താൽ സാക്ഷാൽ പ്രപഞ്ചം നിങ്ങളോടൊപ്പം നിൽക്കും. അതിനാൽ തന്നെ ജീവിതത്തിൽ ആ ആഗ്രഹം നടക്കും എന്നതാണ് വാസ്തവം. നിങ്ങൾ മനസ്സിലൊരു ആഗ്രഹം വിചാരിക്കുക. ആ ആഗ്രഹം നടക്കണം എന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്നതായ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 പുഷ്പങ്ങളാകുന്നു. അതിൽ ആദ്യത്തെ പുഷ്പം എന്ന് പറയുന്നത് ശംഖുപുഷ്പം അഥവാ നീല ശംഖുപുഷ്പമാകുന്നു. രണ്ടാമത്തെ പുഷ്പം വെള്ള ശംഖുപുഷ്പമാണ്. 2 പുഷ്പത്തിനും വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നതാണ് വാസ്തവം. ദൈവിക ഊർജം അഥവാ ദൈവിക കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നതായ പുഷ്പം എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആ ആഗ്രഹം നടക്കണം, ഉടനെ തന്നെ നടക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അഥവാ ധ്യാനിച്ചുകൊണ്ട് ഈ ചിത്രം തിരഞ്ഞെടുക്കുന്നതും ശുഭകരമാണ്. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും തിങ്കളാഴ്ച ദിവസം നടത്തുന്ന ശിവപൂജയുടെ ഭാഗമാകുവാൻ ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏവരും നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. നീല ശംഖുപുഷ്പം ശിവപ്രീതിക്കും അതേപോലെ തന്നെ ശനീശ്വര പ്രീതിക്കും ഉപയോഗിക്കുന്നതായ പുഷ്പം എന്ന പ്രത്യേകതയുമുണ്ട്. എല്ലാ ദേവതകളുടെയും പ്രീതിക്കായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നതായ ഒരു പുഷ്പം. ദേവലോകത്തു നിന്നും കൊണ്ടുവന്ന പുഷ്പം എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ നീല ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ചില പോസിറ്റീവായ ചിന്തകൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാകുന്നു. അത് നടക്കുമോ ഇല്ലയോ എന്നിങ്ങനെയുള്ള പല ടെൻഷനുകളും അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളും നിങ്ങളിലുണ്ട്. അത് പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക. അത് നടക്കും, നടന്നിരിക്കും എന്ന ചിന്താഗതി നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. പോസിറ്റീവായി ചിന്തിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അത് അനുകൂലമായി തീരുക തന്നെ ചെയ്യും. പുതിയ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലം നൽകും എന്ന കാര്യവും ഓർക്കുക. വെല്ലുവിളികൾ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. ഇപ്പോൾ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ടും വെല്ലുവിളികൾ നിങ്ങൾ നേരിടേണ്ടതായി വരാം. അതിൻ്റെ അർത്ഥം ആ ആഗ്രഹം നടക്കില്ല എന്നല്ല. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നടക്കും. ആ വെല്ലുവിളികളെ തരണം ചെയ്ത് നിങ്ങൾക്ക് ആഗ്രഹം നടത്തിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. യാത്രകൾ നിങ്ങൾക്ക് അനിവാര്യമായി വരും. അത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. കൂടാതെ ഇത്തരം യാത്രകളിൽ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയും അത് നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യത്തിന് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില സന്തോഷകരമായ നിമിഷങ്ങൾ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അതായത് ആഗ്രഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ, ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചെടുക്കുവാൻ അഥവാ മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അത് സന്തോഷം നൽകും. ഉത്സാഹം നിങ്ങളിൽ പതിവിലും വിപരീതമായി കടന്നു വരും. ആഗ്രഹം നടത്തുവാൻ മനസ്സിൽ തന്നെ ഒരു ആഗ്രഹം ഉടലെടുക്കുകയും അത് ഉത്സാഹമായി മാറുകയും ചെയ്യാം. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ച് ആ ആഗ്രഹം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിലോ നടക്കാം. നിങ്ങളുടെ കർമ്മഫലപ്രകാരം അതിൽ മാറ്റങ്ങൾ വന്നു ചേരാവുന്നതുമാണ്. അതിനാൽ തന്നെ കർമ്മഫലം നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിൽ അത് ഉടനെ തന്നെ സംഭവിക്കാം. അതല്ല എങ്കിൽ അല്പം കൂടി നിങ്ങൾ പരിശ്രമിക്കേണ്ടതായി വരും. എന്നാൽ ആ ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് ഫലം. ഏതൊരു കാര്യമാണ് എങ്കിലും നിങ്ങൾക്ക് അതിൽ വിജയിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കാരണം ഈശ്വര കടാക്ഷം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്.
അതിനാൽ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യത്തിൽ വിജയിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ധൈര്യം നിങ്ങളിൽ വർദ്ധിക്കും. കൂടാതെ ക്രിയേറ്റീവായി ചിന്തിക്കുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയാം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പുനർചിന്തനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നല്ലൊരു വാർത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ സഹായം നിങ്ങൾക്ക് ഈ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഈ ആഗ്രഹം എപ്രകാരം നടക്കും, എത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യം ഓർക്കുക. അതിനും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ മികച്ച രീതിയിൽ തന്നെ മുന്നേറുവാനും ആ ആഗ്രഹം തനിക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിച്ചു എന്ന് വരാം. ആരോഗ്യ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ആഗ്രഹം നടക്കുവാൻ അനുകൂലമാണ് എന്ന കാര്യവും ഓർക്കുക. ആത്മീയപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിന് മുതൽക്കൂട്ടായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തി എപ്പോഴും കൃത്യമായ വഴിയിൽ എത്തിച്ചേരുകയാണ് എങ്കിൽ ആ വ്യക്തിയുടെ വിജയം എളുപ്പമായിരിക്കും. നിങ്ങളും കൃത്യമായ വഴിയിലേക്കാണ് പോകുന്നത് എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് പലവിധ ആശയക്കുഴപ്പങ്ങൾ കടന്നു വരും എങ്കിലും അത് തരണം ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായ വഴിയിൽ എത്തുവാൻ സാധിക്കും. അതിനാൽ വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ച് അല്പം നീണ്ടുപോയാലും ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് ഫലം. രണ്ടാമത്തെ പുഷ്പമായ വെള്ള ശംഖുപുഷ്പമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾ ഈ പുഷ്പം തിരഞ്ഞെടുത്തപ്പോൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹവുമായി ബന്ധപ്പെട്ട ചില ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഈ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അത് നിങ്ങൾക്ക് ഈ ആഗ്രഹം നടക്കുവാൻ കൂടുതൽ സഹായകരമായി തീരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. പുതുതായി ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം. നടക്കില്ല എന്ന് വിചാരിച്ചതാണ് ഈ ആഗ്രഹം, എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് പ്രതീക്ഷ ലഭിച്ച് തുടങ്ങുന്നതായ അവസരങ്ങൾ, സാഹചര്യങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. പല മാറ്റങ്ങളും ഈ സമയം വന്നു ചേരാം. അത് നിങ്ങളിൽ വന്നു ചേരുന്ന മാറ്റങ്ങളാകാം. അത് നിങ്ങൾക്ക് ഈ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായി വരുന്ന മാറ്റങ്ങളായി തീരും. അതിനാൽ ശുഭകരമായ അല്ലെങ്കിൽ ഏറ്റവും മികച്ചതായ അവസരങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. പുതിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഈ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. പ്രതീക്ഷ നഷ്ടപ്പെട്ട ആഗ്രഹമാണ്, എന്നിരുന്നാൽ പോലും തീർച്ചയായും നിങ്ങൾക്ക് വിജയം അനുകൂലമായി തീരും. പരാജയം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അത് പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു. പരാജയം നിങ്ങൾക്ക് സംഭവിക്കുന്നതല്ല. ആ ആഗ്രഹം നടക്കുവാനുള്ള സമയം അല്പം നീണ്ടുപോകാം. നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ച് കർമ്മഫലം അനുകൂലമാണ് എങ്കിൽ തീർച്ചയായും അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഈ ആഗ്രഹം നടന്നു എന്ന് വരാം. അതല്ല എങ്കിൽ അല്പം നീണ്ടു പോകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. എന്നാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അനുകൂലമാകും എന്ന് തന്നെയാണ് ഫലം. കാരണം ഈശ്വരാധീനം നിങ്ങളിൽ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ ശുഭകരമായ വാർത്തകൾ ഈ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് കേട്ടു എന്ന് വരാം. അത് ഈശ്വര കടാക്ഷത്താൽ കൂടിയാകുന്നു. അപ്രതീക്ഷമായി തന്നെ ഈ ആഗ്രഹം നടക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്ന കാര്യവും ഓർക്കുക. ഏറ്റവും മികച്ചതായ മുന്നേറ്റങ്ങൾ ഈ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും. ആ മുന്നേറ്റങ്ങൾ ഈ ആഗ്രഹം നടക്കുവാൻ വഴി തുറക്കുന്നതായ അവസരങ്ങളായി മാറും. എന്നാൽ തീർച്ചയായും ഈ സമയം വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. കാരണം എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങളുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കും എന്ന കാര്യം ഓർക്കുക. ചിന്തിക്കേണ്ടതാകുന്നു. ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞു എന്ന് കരുതി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം എന്നില്ല. അല്ലെങ്കിൽ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ കാര്യവുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോകണം എന്നില്ല. വ്യക്തമായി തന്നെ നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് വ്യക്തമായി തീരും. പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ അനുഭവപ്പെട്ട് തുടങ്ങുന്നതായ സമയമാകുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഇത്രയും നാൾ ആ ആഗ്രഹം നടത്തിയെടുക്കുവാൻ സാധിച്ചില്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ
മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടതാകുന്നു. കാരണം അത്തരം നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ നൽകൂ. അതിനാൽ അത്തരത്തിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾ മറക്കുക. കടന്നുപോയ ആ സമയത്തെക്കുറിച്ചും മറക്കുക. ഇനി എപ്രകാരം പ്രവർത്തിക്കാം? എപ്രകാരം പ്രവർത്തിച്ചാൽ ആഗ്രഹങ്ങൾ എനിക്ക് കൂടുതൽ അനുകൂലമായി തീരും? ഇത്തരത്തിൽ മനസ്സിലേക്ക് ഒരു പോസിറ്റീവായ ചിന്ത കടന്നു വരുന്നതിലൂടെ തന്നെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അവസരങ്ങളാണ് വന്നു ചേരുക. അത് നിങ്ങൾ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാകുന്നു. ജീവിതത്തിൽ വളരെയധികം മുന്നേറുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ഏറ്റവും മികച്ചതായ ബന്ധങ്ങൾ നിങ്ങൾക്ക് കടന്നു വരും. അതായത് ഈ ആഗ്രഹം നടത്തിയെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളും നിങ്ങൾക്ക് ചുറ്റും വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ തീർച്ചയായും മികച്ച മുന്നേറ്റങ്ങൾ നടത്തി ഈ ആഗ്രഹം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ച് ഈ ആഗ്രഹം അടുത്ത മണിക്കൂറിലോ, അല്ലെങ്കിൽ കർമ്മഫലം പ്രതികൂലമാണ് എങ്കിൽ അല്പം ദിവസങ്ങൾ കൂടി എടുക്കേണ്ടതായി വരാം. എന്നാൽ നടക്കും എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഇപ്പോൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട സമയമാകുന്നു. അതിനാൽ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിങ്ങൾ ആരാധിക്കുന്ന ദേവത ആരാണോ ആ ദേവതയെ മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുക. ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും.